തിരുവനന്തപുരത്തെ കൊഴുപ്പുമാറ്റൽ ശസ്ത്രക്രിയയ്ക്ക് പിന്നാലെ യുവതിയുടെ 9 വിരലുകൾ മുറിച്ചു മാറ്റേണ്ടി വന്ന സംഭവത്തിൽ നിയമ പോരാട്ടം തുടരുമെന്ന കുടുംബം. മുഖ്യമന്ത്രി പിണറായി വിജയൻ വിഷയത്തിൽ ഇടപെടണം. കഴക്കൂട്ടത്തെ കോസ്മെറ്റിക് ക്ലിനിക്കിനെതിരെ ഗുരുതര ആരോപണങ്ങളുമായി ഈ കുടുംബം രംഗത്ത് വന്നിട്ടുണ്ട്. അവരുടെ പ്രതികരണം ഒന്ന് കേൾക്കാം ആദ്യം. ഞങ്ങൾക്ക് മനസ്സിലായിട്ടുള്ള കാര്യം, ഒന്ന് ഓപ്പറേഷൻ ചെയ്ത് അവിടെ കൊണ്ടുവരുമ്പോൾ ഉച്ചയ്ക്ക് കൊണ്ടുവരുന്നു, കുട്ടിക്ക് അതീവ ഗുരുതരമാണ്, ക്ഷീണമാണ്, ഇതെല്ലാം വിളിച്ചു പറയുകയാണ്. എന്നിട്ട് ഡോക്ടർ പറഞ്ഞത് പിറ്റേ ദിവസം രാവിലെ എത്തിക്കാനാണ് പറഞ്ഞത്. പിന്നെ അവിടെ ആംബുലൻസ് സൗകര്യമില്ല, മറ്റുള്ള സൗകര്യങ്ങൾ ഒന്നുമില്ല, ക്ലിനിക്ക് നടത്താനുള്ള ലൈസൻസുമില്ല. എന്നിട്ടും പ്രതികളെ രക്ഷിക്കുന്ന രീതിയിലുള്ള ഒരു തീരുമാനമാണ് മെഡിക്കൽ ബോർഡ് ഇപ്പോൾ നടപ്പിലാക്കിയിരിക്കുന്നത്. മുഖ്യമന്ത്രി ഇത് നേരിട്ട് അന്വേഷിച്ച് നമുക്കൊരു നീതി ഉണ്ടാക്കി തരണമെന്ന് ഞങ്ങൾക്ക് പറയാനുണ്ട്. സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിക്കുമ്പോൾ അന്ന് രാത്രി എക്സ്പ്ലോറേറ്ററി ലാപ്രോട്ടമി എന്ന് പറഞ്ഞ ഒരു സർജറി നടത്തണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൻ്റെ മുറിവ് ഇതുവരെ ഉണങ്ങിയിട്ടില്ല. അതായത് 2.5 മാസമായിട്ടും അത് തുറന്ന് തന്നെയാണ് ഇരിക്കുന്നത്. അതിനാണ് ഇപ്പോൾ സ്കിൻ ഗ്രാഫ്റ്റിംഗ് ചെയ്തിരിക്കുന്നത്. അത് സക്സസ് ആയാൽ മാത്രമേ അതിൽ സ്കിൻ വന്ന് മൂടി ആ മുറിവ് ഉണങ്ങുകയുള്ളൂ. അപ്പോൾ അതുവരെ അണുബാധ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ വീണ്ടും ഗുരുതരാവസ്ഥയിലോട്ട് പോകും. ഇമ്മ്യൂണിറ്റി കുറവായതിനാൽ അത് നല്ലതുപോലെ ഉണങ്ങിക്കഴിഞ്ഞാലേ നമ്മളൊരു പൂർണ്ണ ആരോഗ്യസ്ഥിതി എന്ന് പറയാൻ പറ്റുകയുള്ളൂ. ശസ്ത്രക്രിയയിൽ പിഴവില്ലെന്ന മെഡിക്കൽ റിപ്പോർട്ട് എത്തിക്സ് കമ്മിറ്റി തള്ളിക്കളഞ്ഞു. ക്ലിനിക്കൽ ലൈസൻസ് മാനദണ്ഡങ്ങൾക്ക് വിരുദ്ധമായിട്ടാണ് ആശുപത്രി പ്രവർത്തിച്ചതെന്നാണ് ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത്. മേഘന മുരളി തിരുവനന്തപുരത്ത് നിന്ന് കൂടുതൽ വിവരങ്ങളുമായി ചേർന്നു. മേഘന, വിശദാംശങ്ങൾ. നമ്മളിപ്പോൾ കേട്ട അച്ഛൻ്റെയും അമ്മയുടെയും വാക്കുകളിൽ തന്നെ ഇതിൻ്റെ ഒരു ഗുരുതരാവസ്ഥ വ്യക്തമാകുന്നുണ്ട്. അതിൽ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ അവരുടെ മാതാപിതാക്കളുമായും ഭർത്താവുമായും ഒക്കെ സംസാരിച്ചതാണ്. അവർ പറയുന്ന പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഇതിൽ ചികിത്സാ പിഴവ് ഉണ്ടായിട്ടുണ്ട്. ഫെബ്രുവരി മാസമാണ് ഈ യുവതി നീതു, സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആയിട്ടുള്ള നീതു, ഈ കോസ്മോട്ടിക് എന്ന് പറയുന്ന കഴക്കൂട്ടത്തെ ആശുപത്രിയിൽ അടിവയറിലെ കൊഴുപ്പ് നീക്കാനുള്ള ശസ്ത്രക്രിയയുമായി പോകുന്നത്. ശേഷം ശസ്ത്രക്രിയ ചെയ്യുന്നു. അതിനുശേഷം 24 മണിക്കൂർ പോലും ആശുപത്രിയിൽ നിൽക്കാതെ ഡിസ്ചാർജ് വാങ്ങി വീട്ടിലേക്ക് പോകുന്നു. ആശുപത്രി തന്നെയാണ് ഡിസ്ചാർജ് എഴുതി കൊടുക്കുകയും ചെയ്യുന്നത്. അതിനുശേഷമാണ് യുവതിക്ക് വലിയ രീതിയിൽ അണുബാധ ഉണ്ടാവുകയും കൈകാലുകളിലെ 9 വിരലുകൾ മുറിച്ചു മാറ്റേണ്ടിയും വരുന്ന ഒരു അവസ്ഥ ഉണ്ടാകുന്നത്. അതുതന്നെയാണ് ഏറ്റവും ഗുരുതരാവസ്ഥ. കൂടാതെ ഈ ശരീരത്തിലെ പല ഭാഗങ്ങളിലും ഇപ്പോൾ അണുബാധ പിടിപെട്ടിട്ടുണ്ട്. അത് എങ്ങനെ ഇനി ഭേദമാകുമെന്നുള്ളൊരു വലിയ ആശങ്ക കുടുംബത്തിനുണ്ട്. ഇപ്പോൾ തന്നെ 9 വിരലുകൾ മുറിച്ചു മാറ്റി എന്നുള്ളതാണ്. അതിൽ പ്രധാനമായും ഇപ്പോൾ കുടുംബം ഉന്നയിക്കുന്നത് ഈ കൊല്ലത്തെ കൊട്ടാരക്കരയിലുള്ള ഒരു യുവാവിനും ഇതുപോലെ തന്നെ ഒരു മരണകാരണം ഈ കോസ്മോട്ടിക് ആശുപത്രിയിലെ ശസ്ത്രക്രിയയാണ് എന്നുള്ള കാര്യം കൂടി ഈ കുടുംബം ഉന്നയിക്കുന്നുണ്ട്. അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഈ ക്ലിനിക്കൽ ശസ്ത്രക്രിയ നടത്തുമ്പോൾ ആ ക്ലിനിക്കിന് ലൈസൻസ് വേണം. അതായത് ക്ലിനിക്കൽ ലൈസൻസ് ആവശ്യമായുണ്ട്. പക്ഷേ നീതു ഈ ശസ്ത്രക്രിയ അവിടെ നടത്തുമ്പോൾ ഈ സ്ഥാപനത്തിന് ക്ലിനിക്കൽ ലൈസൻസ് ഇല്ല. കൂടാതെ ആംബുലൻസ് ഇല്ല, IC സംവിധാനമില്ല. ഏതെങ്കിലും തരത്തിൽ ഒരു രോഗിക്ക് ഗുരുതരാവസ്ഥയായി അല്ലെങ്കിൽ ഗുരുതര സാഹചര്യം ഉണ്ടാവുകയാണെങ്കിൽ അതിനെ ട്രീറ്റ് ചെയ്യാനുള്ള ഒരു സംവിധാനവും ഈ കോസ്മോട്ടിക് ആശുപത്രിയിൽ ഇല്ല എന്നുള്ളതാണ്. അതിനുശേഷം കുടുംബം പരാതിയുമായി എത്തുന്നു. തുമ്പ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്യുന്നു. ഈ കേസ് രജിസ്റ്റർ ചെയ്തതിന് ശേഷമാണ് തിടുക്കത്തിൽ ഇതിനൊരു ക്ലിനിക്കൽ ലൈസൻസ് ലഭ്യമാകുന്നത്. അതും പല ഇടപെടലുകൾ ഉണ്ടായിട്ടുണ്ട് എന്നുള്ള ആരോപണങ്ങൾ കുടുംബം ഉന്നയിക്കുന്നു. അതിനുശേഷം ഇന്നലെ ഈ ക്ലിനിക്കൽ ലൈസൻസ് റദ്ദ് ചെയ്തിട്ടുണ്ട്. ഈ റദ്ദ് ചെയ്യാനുള്ള കാരണം എന്ന് പറയുന്നത് അതിൽ ലൈസൻസ് മാനദണ്ഡങ്ങൾ പാലിക്കുന്നില്ല. അത് ആശുപത്രിയിൽ ആംബുലൻസ് ഇല്ല, ICU സംവിധാനമില്ല, അങ്ങനെ യാതൊരു മാനദണ്ഡങ്ങളും പാലിക്കുന്നില്ല എന്ന് കാട്ടിയാണ് ഇന്നലെ ഈ ലൈസൻസ് റദ്ദാക്കിയിട്ടുള്ളത്. അതുപോലെ തന്നെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഇതിൻ്റെ വിരോധാഭാസം എന്ന് പറയുന്നത് അതിൽ മെഡിക്കൽ റിപ്പോർട്ടും ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ്റെയും വിശദീകരണം എന്ന് പറയുന്നത് ഇതിൽ ഒരു ചികിത്സാ പിഴവ് ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. അത് അതിസങ്കീർണമായിട്ടുള്ള മെഡിക്കൽ സാഹചര്യം എന്നുള്ളതാണ് ഇവരുടെ വിശദീകരണം. എന്തായാലും ഈ മെഡിക്കൽ റിപ്പോർട്ട് എത്തിക്സ് കമ്മിറ്റി തള്ളിയിട്ടുണ്ട്. ഇനി തുടർ നടപടികൾ എന്ന് പറയുന്നത് വീണ്ടും ഈ സമഗ്രമായ അന്വേഷണം നടത്തി മെഡിക്കൽ ബോർഡ് പോലീസിന് റിപ്പോർട്ട് കൈമാറേണ്ടതുണ്ട്. അതിനുശേഷമായിരിക്കും തുടർ നടപടികൾ ഉണ്ടാവുക. എന്തായാലും ഒരിക്കലും സംഭവിച്ചുകൂടാത്ത ഒരു സാഹചര്യമാണ് ഈ കോസ്മോട്ടിക് ആശുപത്രിയുമായി ബന്ധപ്പെട്ട് കഴക്കൂട്ടത്തുണ്ടായിട്ടുള്ളത്. അതീവ ഗുരുതരാവസ്ഥയിലാണ് യുവതി ഇപ്പോഴും ചികിത്സയിലുള്ളത്.